ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. നിങ്ങൾ പറയില്ലേ, ടീച്ചർമാർ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിരുന്നാലേ ടീച്ചർമ്മയ്ക്ക് സന്തോഷമാകത്തുള്ളൂ. എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും വിലയില്ലാതെ കാണുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അവരിലോട്ടൊന്നും ശ്രദ്ധ കൊടുക്കണ്ട. നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കാട്ടോ. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലേ മക്കളെ നേടാനായിട്ട്. അതിലോട്ട് ഫോക്കസ് കൊടുക്കുക. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അവർ പറയും, അവർ കല്ലറിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് ഒന്നും ശ്രദ്ധ കൊടുക്കണ്ട കേട്ടോ. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പുഞ്ചിരിക്കാൻ മറക്കരുത്. ബോധപൂർവ്വം നിങ്ങളെ പുഷ് ചെയ്ത് ഹാപ്പി ആക്കി. ചിരി വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചിരി അഭിനയിക്കുക. അപ്പൊ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ചിരിക്കാനുള്ള സാഹചര്യങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധ മനസ്സോടെ ഇരിക്കുക. നമ്മുടെ മനസ്സിനകത്ത് ഒരു കളങ്കങ്ങളും കാവട്യവും ചതിയും വഞ്ചനയും ഒന്നും ഇല്ലാതെ ഏറ്റവും ശുദ്ധ മനസ്സോടെ ഇരിക്കുമ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ, നിരാശ, സങ്കടം, വിഷമം, ഇതെല്ലാം നമ്മുടെ മാനിഫെസ്റ്റേഷൻ സ്പീഡ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വിട്ടിട്ട് സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് യുവർ ലൈഫ് മക്കളെ. ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുക. നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫ് കൂടുതൽ കൂടുതൽ ആഘോഷമാക്കി മാറ്റാൻ സഹായിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന് നിങ്ങൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ പലരും ടീച്ചർമാർ ഹാപ്പിനെസ്സിൽ തുള്ളി ചാടുന്ന കാണുമ്പോൾ പറയും, ഇവരെന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? ശരിക്കും മനഃപൂർവ്വം സന്തോഷിക്കുന്ന കേട്ടോ. എനർജി എപ്പോഴും ഹൈ ആയിരിക്കണം. നല്ല ഹൈ എനർജിയിൽ നല്ല ജില്ലായിട്ട് ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല സന്തോഷത്തോടെ ഇരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. ലൈഫിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് വെറുതെ സങ്കടപ്പെടാതെ നമുക്ക് നല്ല സന്തോഷം വേണം. അതുപോലെ മക്കൾ ആരെയും ജീവിതത്തിൽ നമ്മൾ വില കുറച്ച് കാണരുത്. പണ്ട് എന്നെ വില കുറച്ച് കണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. ലൈഫിൽ എന്നെ ചീറ്റ് ചെയ്തിട്ട് കടന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ ഒരിക്കലും ഒരാളോടും പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ അത്രയും നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്. നമ്മളെ ഒരു ആവശ്യ ഘട്ടത്തിൽ കൂടെ നിൽക്കാതിരുന്നവരുണ്ട്. ഇന്ന് അവരൊക്കെ നോക്കുമ്പോൾ ഞാൻ അത്രയും ചവിട്ടി തേച്ചിട്ടിരുന്ന ആ വ്യക്തി, ഞാൻ വിലയില്ലാതെ കണ്ടിരുന്ന ആ വ്യക്തി ഇന്ന് ലൈഫിൽ എന്തോരം വിജയിച്ചു അല്ലേ. അപ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരാളെ വിലയില്ലാതെ കാണുമ്പോൾ ചിലർ വലുതായിട്ടൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല, അവരത്ര ചിരിച്ച് സംസാരിക്കുന്നവരൊന്നും ആവില്ല. അവർ ചിലപ്പോൾ അവരുടെ ലൈഫിലെ ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് നടക്കുന്നവരായിരിക്കാം. അപ്പം നമ്മൾ അവരെ ഒന്നും വില കുറച്ച് കാണാതെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ നമ്മൾ സ്നേഹം കൊടുക്കുക. ആർക്കും കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മൈൻഡ് പവറും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റുന്നുള്ളത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ വിലയില്ലാതെ കാണുക, എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവർ ജീവിതത്തിൽ വിജയിച്ചു കാണുമ്പോൾ നമുക്കൊരു അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടും അവർ വിജയിച്ചല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ ഒരാളെയും നമ്മൾ പിന്നെ വില കുറച്ച് കണ്ടത് ആർക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നൊരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പം എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാം, എപ്പോഴും നല്ല സ്മൈലോടെ ഇരിക്കുക, ദിവസവും പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ടീച്ചറമ്മ നിങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരട്ടെ, സമാധാനം വരട്ടെ, സമ്പൽ സമൃദ്ധി വരട്ടെ, എല്ലാ ഐശ്വര്യം എൻ്റെ മക്കൾക്ക് ഉണ്ടാവട്ടെ കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും നല്ല പ്രാർത്ഥനയോടെ ഇരിക്കുക. കുടുംബ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഓർക്കുക, സങ്കടവും വിഷമവും കൊണ്ടിരുന്നാൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ജില്ലായിട്ടിരിക്കാം. സോ എനിക്കറിയാം ഒരുപാട് പേര് ടീച്ചറമ്മ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ടീച്ചറമ്മയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി. നിങ്ങളുടെ നല്ല നല്ല കമൻസ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനും നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കാനും ടീച്ചറമ്മയ്ക്ക് പറ്റും. സോ എന്ത് ചെയ്യുക, നല്ല നല്ല കമൻസ്, ഞാനത് ഓരോ കമൻസും വായിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാനതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു ഓൾ.